ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹയർ സ്റ്റഡീസ്, അതായത് DME DHS സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സെലക്ട് ചെയ്താലാണ് ഹയർ സ്റ്റഡീസിന് നല്ലത്. അപ്പോൾ പലരും ബേസിക് ക്വാളിഫിക്കേഷനായി ജനറൽ നഴ്സിംഗ് ഉള്ളവരുണ്ടായിരിക്കാം, പലരും BSc ഉള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ പലർക്കും തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവർ, സ്വന്തമായിട്ട് ഒരു എസ്റ്റീം ഉള്ളവർ തീർച്ചയായിട്ടും ഹയർ ക്വാളിഫിക്കേഷൻ നേടണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ ജനറൽ നഴ്സിംഗിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അതാണ് അടിസ്ഥാന യോഗ്യത. അപ്പോൾ അത് നിങ്ങൾ സർവീസിലേക്ക് വരുമ്പോഴത്തേക്കും പോസ്റ്റ് BSc എടുക്കണം എന്നാഗ്രഹമുള്ളവർക്ക് സർവീസ് കോട്ട രണ്ടിലും സെയിം ആണ്. അതായത് എൻ്റെ അറിവിൽ 10 പോസ്റ്റ് BSc എടുക്കാനുള്ള സർവീസ് കോട്ട. ഇപ്പം എറണാകുളം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ് BSc ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു 10 സീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതിന് മുമ്പ് നിലവിലുള്ളത് 10 സീറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 5 DMEയിൽ നിന്നുള്ളവർക്ക് പോസ്റ്റ് BScക്ക് അപ്ലൈ ചെയ്യാം, 5 DHS നിന്നുള്ളവർക്ക്. അപ്പോൾ അതിലൊരു കാര്യം എന്ന് പറയുന്നത്, പോസ്റ്റ് BSc എടുക്കുന്നത് ഡെപ്യൂട്ടേഷൻ കിട്ടും നിങ്ങൾക്ക്. മുമ്പ് ഡെപ്യൂട്ടേഷൻ അനുവദിച്ചിരുന്നില്ല. ഡെപ്യൂട്ടേഷൻ അനുവദിക്കാൻ വേണ്ടി ഓരോ വർഷവും ആ ഉദ്യോഗാർത്ഥികൾ കയറി ഇറങ്ങി നടക്കേണ്ട അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പം ഡെപ്യൂട്ടേഷൻ അനുവദിച്ച് ഓർഡർ ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വിത്ത് സാലറിയോടെ പഠിക്കാൻ സാധിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പ്രൊബേഷൻ പീരീഡ്, അതായത് പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 കൊല്ലമാണ്. പ്രൊബേഷൻ ഡിക്ലെയർ ആയതിനു ശേഷം നിങ്ങളുടെ സീനിയോറിറ്റി അനുസരിച്ചാണ് നിങ്ങൾക്ക് ഈ പോസ്റ്റ് BSc പഠിക്കാനുള്ള അവസരം സർവീസ് കോട്ടയിൽ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് സാലറി കിട്ടുള്ളൂ. അതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ പോസ്റ്റ് BScക്ക് സെലക്ഷൻ കിട്ടിയെന്നുണ്ടെങ്കിൽ LW എടുത്തിട്ട്, സ്വന്തമായി ലീവ് എടുത്തിട്ട് പഠിക്കാനുള്ള അവസരം ഉണ്ടാവും. പക്ഷെ അന്നേരം സാലറി കിട്ടില്ല. അതുപോലെ തന്നെ ആ ഒരു സർവീസ് കാലയളവിൽ നിങ്ങളുടെ ആനുകൂല്യങ്ങളും മറ്റൊന്നും കിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ സർവീസ് കോട്ടയിൽ പഠിക്കാനുള്ള അവസരം DMEയിൽ വന്നാൽ കൂടുതലാണ്, അല്ലെങ്കിൽ DHSൽ വന്നാൽ കൂടുതൽ. അങ്ങനെയില്ല, DMEക്കും DHSും പോസ്റ്റ് BScക്കുള്ള അവസരം തുല്യമാണ്. സർവീസിൽ നിന്ന് MSc നഴ്സിംഗ് പഠിക്കാനുള്ള സാധ്യതകളിൽ നമുക്ക് വിലയിരുത്താം. ഇതാണ് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. വിവിധ നഴ്സിംഗ് കോളേജുകളിൽ അംഗീകരിച്ചിട്ടുള്ള സീറ്റുകൾ, അതായത് ഓരോ വിഷയത്തിലും അംഗീകരിച്ചിട്ടുള്ള സീറ്റുകൾ നമുക്ക് ഈ ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. 120 സീറ്റാണ് മൊത്തത്തിലുള്ളത്. ഇതിൽ 10% സർവീസ് കോട്ട. ഞാനത് കാണിച്ചു തരാം. 10% എന്ന് പറയുമ്പോഴത്തേക്കും 12 സീറ്റ്. ഇതൊക്കെ നോക്കുക, അതിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. 12 സീറ്റാണ് സർവീസ് കോട്ടയായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ഈ 12 സീറ്റ് ഡയറക്റ്റ് നമുക്ക് കിട്ടില്ല. അതിൽ ഒരെണ്ണം ഗവൺമെൻറ് കോളേജിൽ വർക്ക് ചെയ്യുന്ന ട്യൂട്ടേഴ്സിന്, ഫാക്കൽറ്റിക്കുള്ളതാണ് ഒരു സീറ്റ്. അതായത് DMEയുടെ കീഴിലുള്ള ഗവൺമെൻറ് കോളേജ് വർക്ക് ചെയ്യുന്ന ട്യൂട്ടേഴ്സ് ആരെങ്കിലും MSc എടുക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു സീറ്റ് മാറ്റി വെച്ചിട്ടുള്ളത്. ആ സീറ്റ് അവർ ഫില്ലാവുന്നില്ലെന്നുണ്ടെങ്കിൽ DMEയിൽ തന്നെ നഴ്സിംഗ് സ്റ്റാഫിന് അത് കിട്ടും. ബാക്കി 11 സീറ്റിൽ 5 എണ്ണം ഒന്നുകിൽ DHSൻ്റെ കീഴിലുള്ള സ്കൂൾ ഓഫ് നഴ്സിംഗിൽ പഠിപ്പിക്കുന്നവർക്കോ അതേപോലെ തന്നെ DHSലെ സ്റ്റാഫ് നഴ്സസിനോ, അങ്ങനെ 5 സീറ്റ് DHSന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. 5 സീറ്റ് DMEയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നഴ്സസിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു സീറ്റ് ESI, സ്റ്റേറ്റ് ESIയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നഴ്സസിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ സർവീസ് കോട്ടയിൽ നിന്ന് ഫില്ല് ചെയ്യാൻ ആളില്ല എന്നുണ്ടെങ്കിൽ അത് ജനറൽ മെറിറ്റായിട്ട് കൺസിഡർ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ആ സീറ്റ് കൊടുക്കും. MSc പഠിക്കാൻ നമ്മൾ സർവീസ് കോട്ടയിൽ നമുക്ക് സ്റ്റൈഫൻഡ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതായത് 17,000 രൂപയാണ് ഇപ്പോഴത്തെ സ്റ്റൈഫൻഡ്. അപ്പോൾ ഇപ്പോൾ ഉള്ള സാലറിയിൽ നമുക്ക് ആ സാലറി എമൗണ്ട് നമുക്ക് കിട്ടില്ല. അതായത് ഇപ്പോൾ ഡെപ്യൂട്ടേഷൻ അനുവദിച്ച് ഇതുവരെയും അങ്ങനെ ഒരു ഓർഡർ വന്നിട്ടില്ല. അപ്പോൾ DMEയിലാണ് ഈ MSc എടുക്കാനുള്ള സാധ്യത. DME വന്നാലെന്നല്ല, DMEയിലും DHSലും ഈ ഹയർ ക്വാളിഫിക്കേഷൻ എടുക്കാനുള്ള സാധ്യത വളരെ ഒരുപോലെയാണ്. ഓക്കെ, ഇനി എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർ, അതായത് പലരും MSc ഉള്ളവരുണ്ടായിരിക്കും, BSc ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അവർ കരുതുന്നത് നമുക്ക് DMEയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് അതിനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതായിരിക്കും. അപ്പോൾ എനിക്കത് പറയാനുള്ളത്, രണ്ടിലും സാധ്യതകളുണ്ട്. DMEയിൽ പറയുകയാണെങ്കിൽ നമുക്ക് കോളേജിൽ പഠിപ്പിക്കാൻ കിട്ടുന്ന അവസരം, അതായത് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നമ്മൾ കയറുന്നു, അസോസിയേറ്റ് പ്രൊഫസർ, അങ്ങനെ നമ്മൾ പ്രൊമോഷനായി നമുക്ക് JDNE വരെ എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് JDNE എന്ന് പറഞ്ഞാൽ ജോയിന്റ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ. അതാണ് DMEയിലെ നഴ്സിംഗിന്റെ ഏറ്റവും ഹയർ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ JDNE വരെ എത്താനുള്ള സാധ്യത നമ്മൾ ഈ അസിസ്റ്റന്റ് പ്രൊഫസറിനുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസറിന് ഉള്ള മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മൾ MSc എടുത്തിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള അവരുടെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. സർവീസ് കോട്ട എന്ന് പറയുന്നത് 1:1 ആണ്. അതായത് സർവീസിൽ നിന്ന് ഒരാൾ PSc വഴി എടുക്കുന്ന ഒരാൾ,
അങ്ങനെ 1:1 ആണ്. അപ്പോൾ മുമ്പ് അത് ഇത്തവണ നടന്നിട്ടുള്ള പരീക്ഷയ്ക്കും DME DHS മിക്സഡ് ആയിട്ടാണ് സർവീസ് കോട്ട പരിഗണിച്ചത്. അതായത് ഇപ്പോൾ 1ാം റാങ്ക് 2ാം റാങ്ക് ഒക്കെ ഉള്ളവർ പലരും DHS നിൽക്കുന്നവർ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഈ സർവീസ് കോട്ട കിട്ടിയിരുന്നു. ഇനി അത് DMEയിൽ സ്പെഷ്യൽ റൂൾ ആകാൻ പോവുകയാണ്. സ്പെഷ്യൽ റൂൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ DME എന്നുള്ളവർക്കായിരിക്കും ഈ സർവീസ് കോട്ട കിട്ടുന്നത്. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം, ഈ സർവീസ് കോട്ട പ്രതീക്ഷിച്ച് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം പ്രതീക്ഷിച്ച് തന്നെ സർവീസിലേക്ക് വന്നിട്ടുള്ള 300-400 MSCക്കാർ ഇപ്പൊ തന്നെ DMEയിലുണ്ട്. അതായത് കഴിഞ്ഞ 3-4 കൊല്ലങ്ങളായിട്ട് ജോയിൻ ചെയ്തവരിൽ അത്രയും അധികം ആൾക്കാർ MSCക്കാരുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ എക്സാമിന് തന്നെ അതിൽ 58 പേർക്കാണ് ബൈ ട്രാൻസ്ഫർ ലിസ്റ്റിൽ വരാനുള്ള സാഹചര്യം കിട്ടിയത്. അപ്പൊ ഞാൻ ആ ലിസ്റ്റ് കാണിച്ചത്. ഇതാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് ബൈ ട്രാൻസ്ഫർ ലിസ്റ്റ്. ജനറൽ വേക്കൻസിയുടെ ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. 1:1 എന്നുള്ള കോട്ട ഫില്ല് ചെയ്യുന്നത് 1 PSCയിൽ നിന്നും 1 ബൈ ട്രാൻസ്ഫർ ആയിരിക്കും. അപ്പോൾ ബൈ ട്രാൻസ്ഫർ ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഈ ലിസ്റ്റ് പരിഗണിച്ചിട്ടുള്ളത് DMEയിൽ നിന്നും DHSൽ നിന്നും ഈക്വലായിട്ടാണ്. ഈക്വൽ എന്നല്ല, ഇതിൽ ആരാണ് മെറിറ്റിൽ വരുന്നത് ആ ഓർഡറിലാണ്. അപ്പോൾ അതിൽ ഈ ലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ തന്നെ പലരും DHSൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, DMEയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഈ 300 പേര് DMEയിൽ MSc നഴ്സിംഗ് ഉണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ പ്രതീക്ഷ തന്നെ പരീക്ഷ എഴുതിയിട്ട് 58 പേരാണ് ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ 58 പേർക്കാണ് ഇതിന് സെലക്ഷൻ ആവാനുള്ള സാധ്യത കിട്ടിയത്. അതിൽ തന്നെ ഇപ്പം നിലവിൽ വേക്കൻസി എന്ന് പറയുന്നത് 5 വേക്കൻസിയാണ്. ഈ 5 വേക്കൻസി എന്ന് പറയുന്നതിൽ ഇപ്പോൾ 2 എണ്ണം ഇപ്പോൾ കഴിഞ്ഞ തവണ ലാസ്റ്റ് കൊടുത്തത് സർവീസ് കോട്ടയ്ക്കാണെങ്കിൽ ഇപ്പോൾ വീണ്ടും PSCക്ക് ഒരെണ്ണം കൊടുക്കുന്നു, വീണ്ടും സർവീസ് കോട്ടയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ 1:1 ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ 5-ൽ 3 എണ്ണം ചിലപ്പോൾ PSCക്ക് പോകും, 2 എണ്ണേ സർവീസ് കോട്ടയിലേക്ക് കിട്ടുകയുള്ളൂ. അതായത് നമ്മൾ ഈ ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ സർവീസിലേക്ക് DMEയിലേക്ക് വരുന്നതെങ്കിൽ പോലും അത് എത്തിപ്പെടാനുള്ള സാഹചര്യം വളരെ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഇത്രയും പേര് നിന്നിട്ട് അവർ കോമ്പീറ്റ് ചെയ്തിട്ട് അതിൽ 58 പേരാണ് റാങ്ക് ലിസ്റ്റിലേക്ക് വന്നത്. നിലവിലുള്ള വേക്കൻസി വളരെ ചുരുക്കമാണ്. കാരണം റിട്ടയർമെന്റുകളൊക്കെ വളരെ ചുരുക്കമാണ്, പോസ്റ്റുകൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പോസ്റ്റിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഇനി അടുത്തത് DME അല്ല DHS ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ജനറൽ അതായത് PSC നോർമൽ PSC എഴുതിയിട്ട് നോർമൽ PSC റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ മുന്നിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 1:1 1 PSC എന്നുള്ള കോട്ട കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതായത് DME DME അല്ല DHS ആണ് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതല്ല. അതുവഴി നിങ്ങൾക്ക് ഈ ഇതിനുള്ള കോമ്പറ്റീഷൻ ചാൻസ് ഈക്വലാണ്. ഓക്കെ, ഇതാണ് DMEയിലെ കാര്യം. ഇനി ഞാൻ DHS പറയുകയാണെങ്കിൽ നഴ്സിംഗ് ട്യൂട്ടർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. നഴ്സിംഗ് ട്യൂട്ടർ പോസ്റ്റിന്റെ ശമ്പളം എന്ന് പറയുന്നത് നമ്മുടെ നേഴ്സിംഗ് സൂപ്രണ്ട് ഗ്രേഡ് 2 ശമ്പളം വരും. ഇത് DHSൽ ഉള്ള സർവീസിലുള്ളവർക്ക് മാത്രമേ നേഴ്സിംഗ് ട്യൂട്ടറിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. DMEയിലുള്ളവർക്ക് സർവീസ് കോട്ട കിട്ടില്ല. ജനറൽ PC ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതല്ല, സർവീസ് കോട്ട കിട്ടാൻ വേണ്ടിയിട്ട് DHS ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. മാത്രമല്ല DHSലെ റൂള് 3:1 ആണ്. അതായത് 3 പേരെ സർവീസിൽ നിന്ന് എടുക്കുമ്പോൾ ഒരാള് PSC. അപ്പോൾ കഴിഞ്ഞ തവണ തന്നെ 80-90 പോസ്റ്റുകൾ വേക്കൻസികൾ വന്നതില്ല. അതിൽ 80 സർവീസിൽ നിന്ന് ഫില്ല് ചെയ്യുകയും ബാക്കി 9 മാത്രമാണ് ജനറൽ PSCയിൽ നിന്ന് ലഭിച്ചത്. അതായത് സർവീസിൽ അന്ന് ഉണ്ടായിരുന്ന ഈ IGNOU വഴി പോസ്റ്റ് BSc എടുത്ത BSCക്കാർ വരെ നഴ്സിംഗ് ട്യൂട്ടറായിട്ട് ഈ ഉയർന്ന ശമ്പളത്തിൽ അവർക്ക് ജോലി ലഭിച്ചു. ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് നിലവിലുള്ള സാഹചര്യങ്ങളാണ്, അല്ലെങ്കിൽ സാധ്യതകളാണ്. നാളെ ഒരു സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇതിന് ഘടകവിരുദ്ധമായിട്ട് കാര്യങ്ങൾ കീഴ്മേൽ മറിയാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇന്നത് പ്രതീക്ഷിച്ച് മാത്രം നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അത് നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ശരിക്കും ഒരു ഭാഗ്യവും നമ്മുടെ കഠിനാധ്വാനവും പോലെ ഇരിക്കും. അതിനകത്ത് ലക്ക് ഒരു വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ എത്തിപ്പെട്ടവരുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് നാൾ ഇതിനു വേണ്ടിയിട്ട് പ്രതീക്ഷിച്ച് കഠിനാധ്വാനം ചെയ്തവർ പലരും ഇങ്ങനെയുള്ള പോസ്റ്റുകൾ എത്തിപ്പെട്ടിട്ടുമില്ല. ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ലക്ഷ്യം വെക്കുന്നവർക്ക് MSCക്കാർക്ക് DME തന്നെയാണ് നല്ലത്. കാരണം ഇനി വരുന്ന സർവീസ് കോട്ട എന്ന് പറയുന്നത് DHSനെ പരിഗണിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് DME ആണ് നല്ലത്. DHS പറയുകയാണെങ്കിൽ നഴ്സിംഗ് ട്യൂട്ടർ പോസ്റ്റ് നിലവിലെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ഇനി അത് എത്ര നാൾ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടാകും എന്നുള്ളതും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും DHSൽ ആർദ്രം പദ്ധതി ട്രെയിനേഴ്സായിട്ട്
ഒക്കെ ഒരുപാട് പേര് MSc-കാരെയൊക്കെ സെലക്ട് ചെയ്തായിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ട്രെയിനിങ് പ്രോഗ്രാമുകൾ അങ്ങനെ നടക്കുന്നുണ്ട്. അതായത് ട്രെയിനേഴ്സായിട്ട് അവരെ സെലക്ട് ചെയ്ത് ട്രെയിനിങ്ങുകൾ കൊടുത്ത് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. സ്കിൽ ലാബ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ MSc-കാരെയാണ് കൂടുതലായിട്ട് പരിഗണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ അതിനെപ്പറ്റി ഗവേഷണം നടത്തുക. ഈ 2 വകുപ്പിലുമുള്ള ഹയർ ക്വാളിഫിക്കേഷനിൽ ഏതാണ് നല്ലത്, ഏതെടുത്താലാണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഗവേഷണം നടത്താം. ഓക്കെ, ഞാൻ പറഞ്ഞ ഐഡിയാസ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ ടോപ്പിക്ക് ഇവിടെ നിർത്താം. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കും കൂടെ പറഞ്ഞിട്ട് ഇതിന്റെ കൺക്ലൂഷൻ പറയാം.